ചേച്ചി ആ കുഞ്ഞിനെ എടുത്ത് എൻ്റെ കയ്യിലേക്കാണ് അച്ഛ തന്നത്. ആ കുഞ്ഞിനെ ഞാൻ വാരി എടുത്തു വെച്ചാ. അതൊരു പെൺകുഞ്ഞായിരുന്നു. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ കുഞ്ഞിനെ കാണാൻ. എനിക്കതിനെ കണ്ടപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്ന് അറിയോ അച്ഛാ. ഞാൻ വേറൊരു ലോകത്തായിപ്പോയി. ഞാൻ ആ കുഞ്ഞിനെ എടുത്തപ്പോൾ അതിങ്ങനെ ഒരു പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു ലോകത്തായിരുന്നു അച്ഛാ. രേവതി, ഞാൻ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ മറ്റൊരു ലോകത്തായിപ്പോൾ രേവതി. എനിക്കതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കൂട്ടുകാരെ, ഇന്നത്തെ ചമ്പനിരപ്പൂവിൻ്റെ കഥയാണ്. അങ്ങനെ സച്ചിയുടെ കാറിലൊരു സ്ത്രീ പ്രസവിച്ചു. അതായത് സ്ത്രീ ഹോസ്പിറ്റലിൽ എത്തുന്നതിനെക്കാട്ടിലും മുന്നേ പെയിൻ വന്നിട്ട് സച്ചി മാർക്കറ്റിൻ്റെ അടുത്ത് വണ്ടി നിർത്തി മാർക്കറ്റിലുണ്ടായിരുന്ന ഒരു വയറ്റാട്ടിയെ കൊണ്ടുവരികയും അങ്ങനെ ആ സ്ത്രീ പ്രസവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ സ്ത്രീനെയും കുഞ്ഞിനെയും രക്ഷിച്ച സച്ചി സോഷ്യൽ മീഡിയ വഴി വൈറലാവാണ്. എല്ലാവരും സച്ചിനെ സ്വീകരിച്ച് മാലയൊക്കെ ഇട്ടിട്ട് വീട്ടിലേക്ക് എത്തിക്കുകയാണ്. സച്ചി അങ്ങനെ ആ സംഭവം വീട്ടിൽ വന്നിട്ട് വിശദീകരിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, മോനെ ആ കുഞ്ഞമ്മയെ സുഖമായിരിക്കുന്നുണ്ട്? സുഖമായിട്ടിരിക്കണം അച്ഛാ, ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പറയുമ്പോൾ വർഷ പറയണേ, ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് തന്നെ രോമാഞ്ചാവണമെന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി രേവതിയോട് പറയാം, രേവതി ആ കുഞ്ഞിനെ കിട്ടിയപ്പോൾ എനിക്ക് വേറെ ലോകത്തിരുന്ന പോലെ തോന്നി എന്നൊക്കെ പറയണേ. പക്ഷേ ഇതൊന്നും ബാധിക്കാത്ത രീതിയിലാണ് ചന്ദ്രമതി ഇരിക്കുന്നത്. ശ്രുതി പോലും അത് കേട്ടിട്ട് ആകെ ആ ഒരു അമ്മയുടെ ആ ഒരു ഫീലിലാണ് ശ്രുതി അടക്കം നിൽക്കുന്നത്. അങ്ങനെ സച്ചിനെ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യാണ്. സച്ചി പറയാണ്, അങ്ങനെ ഒരു കാര്യം ഉണ്ടായ മോനെ, നീ നല്ലൊരു കാര്യം ചെയ്തത്. നിന്നെ ഓർത്തിട്ട് എനിക്ക് അഭിമാനിക്കുകയാണ് മോനെ. ഞാൻ നിന്നെ ഓർത്തിട്ട് ഇങ്ങനെ അഭിമാനം കൊള്ളണം അച്ഛാ. ആളുകളൊക്കെ കൂടി അച്ഛാ, എല്ലാവരും എന്നെ അഭിനന്ദിച്ചു. കുറേ പേര് എൻ്റെ ഫോട്ടോ എടുത്ത് അച്ഛാ. ആരൊക്കെയോ ഫോണിലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അച്ഛാ. എല്ലാവരും എന്നെപ്പറ്റി നല്ലതാണ് അച്ഛാ പറഞ്ഞത്. ഞാൻ ചെയ്തത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞച്ചാ. ഇത്രയും നന്മയുള്ള മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചാ. എല്ലാവരും എന്നെ ഭയങ്കര സ്വീകരണമായിരുന്നു വെച്ചാൽ എന്നൊക്കെ ഇങ്ങനെ പറയാണ് സച്ചി. അങ്ങനെ സച്ചി ചെയ്ത ആ ഒരു നല്ല കാര്യം എല്ലാവരും മനസ്സുകൊണ്ട് അംഗീകരിച്ച് അങ്ങനെ സച്ചി സോഷ്യൽ മീഡിയയിൽ വലിയൊരു വൈറൽ താരമാവുകയാണ്. രേവതി, ആ കുഞ്ഞിനെ എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് എന്താ തോന്നിയതെന്നറിയോ? ഒരു വെളുത്ത പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടായിരുന്നു ആ കുഞ്ഞ്. എനിക്കപ്പോൾ ഓർമ്മ വന്നത് നീ കെട്ടുന്ന പൂമാല കയ്യിൽ കിട്ടിയ പോലെ അത്രയും മൃദുവായിരുന്നു രേവതി. എനിക്കപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ? ഞാൻ സത്യം പറഞ്ഞ വേറൊരു ലോകത്തായിപ്പോയി രേവതി. നിനക്ക് സന്തോഷമായില്ലേ? എനിക്ക് സന്തോഷമായി സച്ചേട്ടാ. വളരെ നല്ലൊരു കാര്യം സച്ചേട്ടൻ ചെയ്തത്. അച്ഛനറിയോ, സച്ചേട്ടൻ ഈ കാര്യം ചെയ്തപ്പോൾ ആരോ അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. സച്ചേട്ടൻ ഇപ്പോഴും ആകെ വൈറലാണ് പറയാണ്. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ശ്രുതി പറയണ, നീ എന്തൊരു മണ്ടത്തര സച്ചി ചെയ്ത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ സ്ത്രീക്കും കുട്ടിക്കും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നീ എന്തായേനെ? നിൻ്റെ അവസ്ഥ എന്തായേനെ? നീ ഇപ്പോൾ പോലീസ് ലോക്കപ്പിൽ കിടന്നേനെ എന്ന് പറയാണ്. അപ്പോൾ വർഷ പറയും, എന്തൊരു നെഗറ്റീവാണ് നിങ്ങൾ പറയണേ. സുധിയേട്ടൻ നിങ്ങൾക്കിത് നിർത്തിക്കൂടെ? നല്ലൊരു പുണ്യപ്രവൃത്തിയല്ലേ സച്ചേട്ടൻ ചെയ്ത്. ആ ഒരു കുഞ്ഞിനെ അമ്മേനെ രക്ഷിക്കുകയല്ലേ ചെയ്തത്. സച്ചേട്ടൻ അവരെ ശ്രദ്ധിക്കാതിരുന്ന് അവർക്ക് എന്തെങ്കിലും പറ്റുമായിരുന്നെങ്കിലോ? അപ്പോൾ എന്താവായിരുന്നു അവസ്ഥ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, വീട് വർഷേ, അവൻ എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവൻ അപ്പടി നെഗറ്റീവായിട്ടല്ലേ സംസാരിച്ചിട്ടുള്ളൂ എന്ന് പറയാണ് സച്ചി. അത് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ എഴുന്നേറ്റ് സച്ചിയുടെ തോളിൽ കൈ വെച്ചിട്ട് പറയാണ്, നീ 2 ജീവനാണ് രക്ഷിച്ചത്. ഇതിൻ്റെ പുണ്യം നിനക്ക് കിട്ടും മോനെ. നിനക്കിതിൻ്റെ പുണ്യം കിട്ടാതിരിക്കില്ല. നീ എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്തത് എന്നൊക്കെ പറയണം. അച്ഛാ, ആളുകൾ തന്ന പൂമാലയച്ചത്, അവർ സ്വീകരിച്ചിരുത്തിയ പൂമാലയാണ് അച്ഛാ എന്നൊക്കെ പറയണം സച്ചിക്ക് സന്തോഷം അടക്കം വയ്യ. ഇതെല്ലാം കേട്ട് നിൽക്കണം ചന്ദ്രമതി പറയണം, നാട്ടിൽ വിശേഷം, കാറിൽ വിശേഷം, എല്ലായിടത്തും വിശേഷം, ഈ വീട്ടിൽ മാത്രം ഒരു വിശേഷമില്ല. എന്നാണാവോ ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണുക. അത് കേൾക്കുമ്പോൾ ഒരു നിമിഷം എല്ലാവരും നിശബ്ദരാവാണ്. അപ്പോൾ ശ്രുതി പറയും, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളൂ അമ്മയെന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയണം, അമ്മ എന്തിനാ അതൊക്കെ ആലോചിക്കണേ? അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളില്ലേ? അപ്പോൾ വർഷ പറയാണ്, രേവതി ചേച്ചി എത്രയും പെട്ടെന്ന് ആൻറ്റി പറഞ്ഞ പോലെ ഇവിടെ ഒരു കുഞ്ഞിക്കാല് രേവതി ചേച്ചിക്ക് തന്നെ ആദ്യം ഉണ്ടാവട്ടെ. ആദ്യം രേവതി ചേച്ചി ആവും ഇവിടുത്തെ വിശേഷം അറിയിക്കാൻ പോണ ആളെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയാണ്, ആരോട്? ശ്രുതിയോട് പറയണം, ശ്രുതി, ഈ വീട്ടിലെ മൂത്ത മരുമകൾ നീയാ, അപ്പോൾ ആദ്യം വിശേഷം ഉണ്ടാവേണ്ടത് നിനക്കാണ് എന്ന് പറയണത്. കേൾക്കുമ്പോൾ പെട്ടെന്ന് രേവതിയുടെ കയ്യിലുണ്ടായിരുന്ന പാത്രം താഴ്ത്തു വീഴാണ്. അപ്പോൾ എന്ത് പറ്റി ചേച്ചി ചോദിക്കണം വർഷ. അപ്പോൾ ചന്ദ്രമതി പറയാം, അതെന്താ അവളുടെ വയറരിച്ചിൽ, അല്ലാതെ എന്താ, അവൾക്ക് ഇതൊന്നും കേട്ടിട്ട് അങ്ങോട്ട് ദഹിക്കണില്ല, അതന്നെയെന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയും, ഞങ്ങൾക്ക് ദഹിക്കായികയൊന്നുമില്ല, ഞങ്ങളിപ്പോൾ തൽക്കാലം കുഞ്ഞിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, ഞങ്ങൾ മുകളിൽ റൂമൊക്കെ കെട്ടിയതിന് ശേഷം ഞങ്ങളൊരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ നിനക്ക് 50 വയസ്സായാലും കുട്ടി ഉണ്ടാവില്ല പറയാണ് ചന്ദ്രമതി. അങ്ങനെ ശ്രുതിയോട് പറയണ, ശ്രുതി ആദ്യം വിശേഷം എന്നെ കേൾപ്പിക്കുന്നത് നീ ആയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയും, ഇതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങളല്ലേ അമ്മേ, അതൊക്കെ അതിൻ്റേതായിട്ടുള്ള വഴിക്ക് നടക്കട്ടെ, അമ്മ എന്തിനാ അതൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണേ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രീകാന്ത്. നിങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കും, ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്രമതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്.
അങ്ങനെ ചന്ദ്രമതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതോടുകൂടി ഓരോരുത്തരായിട്ട് പോകണം. അപ്പോഴും ഹാളിൽ രേവതി ഇരിക്കുകയാണ്. രേവതി ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയുടെ കാര്യം തന്നെയാണ്. ഇത് സംസാരം നടക്കുന്നതിനിടയിൽ ശ്രുതിനെ ഇങ്ങനെ രേവതി നോക്കുമ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ ആകെ എന്താ അവളിങ്ങനെ നോക്കണം എന്നുള്ള ഒരു ഇതുണ്ട് കേട്ടോ ശ്രുതിക്ക്. രേവതിയുടെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ശ്രുതി ആദ്യം ഒരു കുഞ്ഞിൻ്റെ അമ്മയായിരുന്നു എന്നുള്ള സത്യമാണ് രേവതിയുടെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ വർഷയും ശ്രീകാന്തും ഒക്കെ കൂടിയിട്ട് പൂമുഖത്തിരുന്നിട്ട് സച്ചിയുടെ വീഡിയോ കാണാണ്. നോക്കൂ ശ്രീകാന്ത് നല്ല കമൻസാണ് വന്നേക്കണേന്നൊക്കെ പറയണ വർഷ. അപ്പോൾ അത് കണ്ടു നിൽക്കണം. സച്ചി പറയാണ് എന്താടാ അത് ചോദിക്കുകയാണ്. സച്ചിയേട്ടൻ ഇങ്ങോട്ട് വാ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ശ്രീകാന്ത് സച്ചിക്ക് ഈ വീഡിയോസ് കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുക്കുമ്പോൾ സച്ചി പറയണ അടിപൊളി ഉണ്ടല്ലോടാ ശ്രീകാന്ത്. സച്ചിയേട്ടൻ അതിൻ്റെ കമൻസൊക്കെ ഒന്ന് വായിക്കുമ്പോൾ അടിപൊളി കമൻസ് ആണല്ലോടാ, താങ്കൾ ഹീറോ ആണ്, താങ്കൾ ദൈവം അനുഗ്രഹിക്കട്ടെ, അടിപൊളി കമൻസ് ആണല്ലോ വന്നേക്കണം. ശ്രീകാന്ത് ഈ വീഡിയോ ഒന്ന് എൻ്റെ ഫോണിലേക്ക് അയച്ചേട്ടൻ. സച്ചിയേട്ടൻ എന്തിനാ അയച്ചു തരണേ? സച്ചിയേട്ടൻ്റെ ഫോൺ ഓപ്പൺ ചെയ്ത് അത് കാണുമല്ലോ പറഞ്ഞിട്ട് വർഷം സച്ചിയേട്ടൻ്റെ ഫോൺ മേടിച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ രേവതി അതേ വരികയാണ്. എന്നിട്ട് പറയാണ് ഞങ്ങളെ ഇത് എല്ലാ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യട്ടെ, ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യട്ടെ പറഞ്ഞിട്ട് ശ്രീകാന്തും വർഷം കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ രേവതി അതേ വരികയാണ്. അപ്പോൾ സച്ചി നോക്ക് രേവതി നോക്ക് എന്തൊക്കെ കമൻസാണ് വന്നേക്കണം നോക്ക് രേവതി, നിങ്ങൾ ഹീറോ ആണ്, നിങ്ങളെ ഈശ്വര അനുഗ്രഹിക്കും, നിങ്ങളൊരു പുണ്യപ്രവൃത്തിയാണ് ചെയ്തത്, എന്തൊക്കെ കമൻസ് രേവതി വന്നേക്കണം നോക്കിയൊക്കെ എന്നൊക്കെ പറയണം. പക്ഷേ രേവതി ഏതോ ഒരു സ്വപ്നത്തിലുള്ള പോലെ ഇങ്ങനെ സച്ചി പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണം. അപ്പോൾ സച്ചി രേവതി നിനക്ക് എന്താ പറ്റി, ഞാൻ പറയുന്നതൊന്നും നീ ശ്രദ്ധിക്കുന്നില്ല? ഞാൻ കേൾക്കുന്നുണ്ട് സച്ചിയേട്ടാ. പിന്നെന്താ നീ ഇതൊന്നും കേട്ടിട്ടൊരു സന്തോഷമില്ലാത്ത പോലെ നിൽക്കണേ? ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴും നിനക്കൊരു സന്തോഷമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, എന്താ പറ്റിയത് നിനക്ക് ചോദിക്കുമ്പോൾ ഒന്നുമില്ല സച്ചിയേട്ടാ. അല്ലല്ല നിൻ്റെ മുഖം എന്താ വല്ലാതെ ഉണ്ട്, എന്താ നിനക്ക് പറ്റിയത്? അത് സച്ചിയേട്ടാ ഞാൻ പൂവിക്കാൻ പോയപ്പോഴേ നല്ല ചൂടല്ലേ ഉണ്ടായിരുന്നു, വെയിലൊക്കെ കൊണ്ടിട്ടേ ആകെ തലയ്ക്കൊക്കെ ഒരു മരവിപ്പ് പോലെ, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ രേവതി സച്ചിയുടെ അടുത്തുനിന്ന് ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കണം, അല്ല രേവതിക്ക് എന്താ പറ്റിയിട്ടുണ്ട്, രേവതി ഇങ്ങനെയല്ല, രേവതിയുടെ മനസ്സിൽ എന്താ പറ്റിയിട്ടുണ്ട്, എന്താന്ന് കണ്ടുപിടിക്കാം, എന്തുണ്ട് കാര്യമായിട്ട് അവൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ട് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ വീഡിയോ വീണ്ടും ഇരുന്ന് കാണുകയാണ്. അത് കഴിഞ്ഞു രേവതി അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ പണികൾ ചെയ്യുമ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് വർഷ കയറി വന്നിട്ട് പറയുന്നത്, രേവതി ചേച്ചി സച്ചേട്ടൻ ഹീറോ ആയല്ലോ, എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു സച്ചേട്ടനെ പറ്റി ഓർത്തിട്ട്. ആദ്യമൊന്നും എനിക്ക് സച്ചേട്ടനെ ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. സച്ചേട്ടൻ എന്തൊരു നല്ല പ്രവൃത്തിയാണ് ചെയ്തത്, ഇത്രയും പുണ്യപ്രവൃത്തി ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തായാലും സച്ചേട്ടനാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഹീറോ എന്നൊക്കെ ഇങ്ങനെ വർഷ സച്ചിയെ പറ്റി തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും രേവതി ശ്രദ്ധിക്കുന്നില്ല. രേവതി ചേച്ചി ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട് വർഷേ. പിന്നെന്താ ചേച്ചിക്ക് യാതൊരുവിധ റെസ്പോണ്ടും ഇല്ലാത്ത? ഒന്നുമില്ല. പിന്നെന്താ ചേച്ചി ഇങ്ങനെ നിന്ന് വയർക്കണേ? അതെ ഇവിടെ ഭയങ്കര ചൂടല്ലേ അടുക്കളയിൽ, അതുകൊണ്ടായിരിക്കും. പിന്നെ അപ്പം ഞാൻ വയർക്കണില്ലല്ലോ, ഞാനും അടുക്കളയിൽ തന്നെ നിൽക്കണേ, അതറിയില്ല വർഷേ. പക്ഷേ രേവതി ചേച്ചിക്ക് എന്താ പറ്റിയിട്ടുണ്ട്, എന്താ ചേച്ചിയുടെ പ്രശ്നം? ചേച്ചിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, ചേച്ചിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ചേച്ചീനെ ആൻറ്റി വഴക്ക് പറഞ്ഞോ? ഇല്ല വർഷേ. സച്ചിയേട്ടൻ വഴക്ക് പറഞ്ഞോ? നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായോ? ഇല്ല വർഷേ ഒന്നും ഉണ്ടായില്ല. ആൻറ്റി ചേച്ചീനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഞാൻ ഇപ്പോൾ ശരിയാക്കി കൊടുക്കാം ആൻറ്റീൻ്റെ മറ്റേ വർഷ പോകാൻ തുടങ്ങുമ്പോൾ രേവതി പറഞ്ഞു, ഇല്ല വർഷേ ഒന്നുമില്ല. പിന്നെന്താ ചോദിച്ചിട്ട് രേവതിയുടെ കൈ പിടിക്കണ വർഷം ഞെട്ടിപ്പോവാണ്. കാരണം രേവതിയുടെ കൈ ഇങ്ങനെ വിറയ്ക്കുകയാണ്. ചേച്ചി ഇതെന്താ ചേച്ചിയുടെ കൈ ഇങ്ങനെ ഷിവർ ചെയ്യണേ, എന്താ പറ്റി ചേച്ചിക്ക്? ഒന്നുമില്ല വർഷേ. എന്തുണ്ട് ചേച്ചി ഇങ്ങനെയല്ല, ചേച്ചിയുടെ മനസ്സിന് എന്തോ ഒരു വലിയ പ്രശ്നം അലട്ടുന്നുണ്ട്, അത് എന്തായാലും എന്നോട് പറ. ചേച്ചി പറയാറില്ല ചേച്ചിയുടെ അനിയത്തി ഞാൻ, അപ്പോൾ ചേച്ചിക്ക് ആ പ്രശ്നം എന്നോട് ഷെയർ ചെയ്തൂടെ? എന്താ ചേച്ചിയുടെ പ്രശ്നം? ഒന്നുമില്ല വർഷേ. ഇതാണ് അപ്പോൾ ചേച്ചി എന്നെ അനിയത്തിയായിട്ട് കണക്കാക്കിയിട്ടില്ല അല്ലേ? ശരി ആയിക്കോട്ടെ, ഞാൻ സച്ചേട്ടനോട് ചോദിച്ചോളാം. അയ്യോ വേണ്ട വർഷേ, എന്നാ പറ എന്താ പ്രശ്നം എന്ന് പറ. നീ ഇങ്ങോട്ട് വാ പറഞ്ഞിട്ട് വർഷേനെ വിളിച്ചിട്ട് പോവാണ് രേവതി. എന്നിട്ട് പറയണത്, നീ ഇതാരോടും പറയരുത്, ഞാനൊരു കാര്യം പറയാൻ പോകും, നീ ഇതാരോടും പറയരുത്. ആദ്യം ചേച്ചി പറയണ കാര്യം എന്താണെന്ന് കേൾക്കട്ടെ. നീ ഇതാരോടെങ്കിലും പറയുമോ വർഷേ? ഇല്ല ചേച്ചി പറ, എന്താ കാര്യം എന്ന് പറയാമെന്ന് പറയണം. അപ്പോൾ രേവതി പറയണ, വർഷേ ശ്രുതി അന്നൊരു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് രേവതി ചേച്ചി പറഞ്ഞല്ലോ കൺസീവ് ആണെന്ന് പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ? അതെ, ഞാൻ ദേവു ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേവു വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിലേക്ക് ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെയാണല്ലോ നമ്മളന്ന് ശ്രുതിനെ കണ്ടത്. ഒരു പൂമാലയുടെ ഓർഡർ ഉണ്ടായിരുന്നു, ഞാനത് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ദേവും കൂടി സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ശ്രുതി വന്നിട്ടുണ്ടായിരുന്നു. ആണോ? ശ്രുതി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു? വീണ്ടും ചെക്കപ്പിന് വന്നതായിരിക്കും. വീണ്ടും ചെക്കപ്പിന് വന്നത് തന്നെയാണ് ശ്രുതി. പക്ഷെ ഒരു കാര്യമുണ്ട് വർഷം, നീ ഇതാരോടും പറയരുത്. ഇല്ല രേവതി ചേച്ചി കാര്യം പറ. ശ്രുതി വന്നത് വെറും ചെക്കപ്പിനല്ല, ശ്രുതി ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് വന്നത്. രണ്ടാമതൊരു കുഞ്ഞോ? ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞെന്നോ? അപ്പോൾ ആദ്യത്തെ കുഞ്ഞെവിടെ? വർഷം മെല്ലെ, ആരെങ്കിലും കേട്ട പ്രശ്നമാവും, ഇതാണ് ഞാൻ നിന്നോട് ഒന്നും പറയാത്തത്. അപ്പോൾ എന്തുണ്ടായി ചേച്ചി, എന്താ സത്യം പറ. വർഷേ ശ്രുതി ആദ്യം ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്, ശ്രുതി രണ്ടാമത്തെ
പ്രഗ്നൻസി ലേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് കൺസീവ് ലേറ്റ് ആവുന്നതിനെ പറ്റിയിട്ട് ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് വന്നത്. ഇത് രേവതി ചേച്ചി എങ്ങനെ അറിഞ്ഞു? ഹോസ്പിറ്റലിലത്തെ നേഴ്സ് ദേവുവിനോട് പറഞ്ഞതാണ്. എന്തായാലും ഡോക്ടറുടെ എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടല്ലേ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രുതി എല്ലാ വിവരങ്ങളും ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടാവും, എന്നിട്ടാണല്ലോ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ അത് കേട്ടിട്ടുള്ള നേഴ്സ് ദേവുവിനോട് പറഞ്ഞതാണ്. എനിക്കിത് കേട്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണില്ല. പക്ഷേ എൻ്റെ കയ്യും കാലൊക്കെ വിറയ്ക്കുക. അപ്പോൾ ചേച്ചിക്ക് വേറൊരു കുഞ്ഞുണ്ടായിരുന്നു, അത് കല്യാണത്തിന് മുമ്പാണോ അതോ ആ ചേച്ചി ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടായതാണോ അതോ കല്യാണം കഴിക്കാതെ ഉണ്ടായതാണോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ കല്യാണം കഴിച്ചിട്ടാവും, കല്യാണം കഴിക്കാതെ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ഈശ്വര, എന്താ ഞാൻ കേൾക്കണം? എനിക്കിത് കേട്ടിട്ടാകെ ഞെട്ടിയിട്ട് വയ്യ ചേച്ചി. ഇതേ അവസ്ഥയിൽ തന്നെ ഞാനും. പക്ഷെ നീ ഇത് ആരോടും പറയരുത്. പക്ഷേ ഇത് നമ്മുടെ കുടുംബം ഇതാവുന്ന കാര്യമാണ്. കാരണം അന്ന് തന്നെ ഞാൻ ശ്രുതി കൺസീവാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ അറിഞ്ഞതാണല്ലോ. അതിലപ്പുറം പ്രശ്നങ്ങളുണ്ടാവും. ചേച്ചി ഇങ്ങോട്ട് വന്നേ, ഇതെന്തായാലും നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഇതങ്ങനെ തെളിയിക്കണം. ഇതിങ്ങനെ ഒരു കള്ളത്തിനാണെങ്കിൽ തെളിയിക്കണ്ടേ. ചേച്ചി ഇങ്ങോട്ട് വാ. പക്ഷേ വേണ്ട, പക്ഷേ ആവശ്യമില്ലാതെ ഒന്നും ചെയ്യല. ഇതാണ് ഞാൻ നിന്നോട് ഒന്നും പറയാത്തത്. ഞാൻ പറഞ്ഞില്ല ഇതിനൊന്നും നിൽക്കല്ലേ വർഷേ. ഞാനിത് നീ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് പറഞ്ഞു. ഇത് വേറെ ആരോടും പറയല്ലേ വർഷേ. ശ്രുതിക്ക് ആദ്യം ഒരു കുഞ്ഞുണ്ട്. ശ്രുതി ചേച്ചിക്ക് ആദ്യം ഒരു കുഞ്ഞുണ്ടല്ലേ? ദൈവമേ, അപ്പോൾ ശ്രുതി ചേച്ചി നമ്മളോടെല്ലാം നുണ പറഞ്ഞ് പറ്റിക്കല്ലേ ഉണ്ടായിരുന്നു. ഈശ്വര, ഇതിനിപ്പോൾ എന്താ ചെയ്യുക? നമ്മളിതിപ്പോൾ ഇനി എന്താ ഇതിനൊരു സൊല്യൂഷൻ? ഇത് നമ്മൾ ആരോടാ പറയുക? എങ്ങനെ നമ്മളിതിൻ്റെ സത്യാവസ്ഥ അറിയും? അതൊക്കെ ചോദിച്ചിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് രേവതിയും വർഷയും. ആ സമയത്താണ് ഇന്നത്തെ ചെമ്പന്നിറപ്പിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ കഥ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾ എന്തൊക്കെ കമൻറ്റുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്